السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അത്തരത്തിൽ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അവനെ കീഴൊതുങ്ങിയ ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിർക്കാവ ടാങ്കുകളും യുദ്ധക്കൂപ്പുകളും ഏറ്റവും അത്യാധുനികമായ സജ്ജീകരണവും എല്ലാമുള്ള അയൺ ഡോമുകളും അയൺ ടാങ്കുകളും ഒക്കെയുള്ള ഒരു വലിയ രാജ്യം വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു ജനസമൂഹത്തിന് നേരെ, അതിൽ തന്നെ അവിടെയുള്ള ചെറിയ കുട്ടികൾ തൊട്ട് തുടങ്ങുന്ന പ്രായമായവരെയും നിരാലംബരായ നിർധനരായ അതിൽപ്പെട്ട സ്ത്രീകളെ അടക്കമുള്ള ആളുകളെ യാതൊരു യുദ്ധത്തിൻ്റെതായ മര്യാദകളും ഇല്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന നരനായാട്ട് നാം ഓരോ ദിനവും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടുവരികയാണ്. പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന, എന്നാണോ ഫലസ്തീൻ എന്ന രാജ്യം അത് രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ നരമേധം, ലോകത്തെ ഏറ്റവും പ്രബലരായ രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം അതിനെതിരെ ശബ്ദിച്ചിട്ട് പോലും, പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ട് പോലും, വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും അവർക്കെതിരെയുള്ള ഉപരോധങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ട് പോലും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന വലിയ ക്രൂരത, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, മനുഷ്യത്വത്തിന്റെ യാതൊരു സീമകളെയും ഭേദിച്ചുകൊണ്ട് ഒരു നിലയ്ക്കുമുള്ള ദയാദാക്ഷിണ്യവുമില്ലാത്ത ക്രൂരതകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ നിന്ന് വരുന്ന വാർത്ത നാം ഇവരും കേട്ടതാണ്. ഇനിയും അവിടേക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 14,000-ഓളം കുട്ടികൾ അവിടെ മരണപ്പെടാനിരിക്കുകയാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിച്ച പ്രസ്താവന നാം ഇവരും കണ്ടിട്ടുണ്ട്. അടുത്ത കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട് മാത്രം മരണപ്പെടുകയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നിലവിൽ ഫലസ്തീനിലുള്ള ഗസ മുനമ്പിലും
വെസ്റ്റ് ബാങ്കിലും ഒക്കെയുള്ള ഫലസ്തീനിലെ കുഞ്ഞുങ്ങളിൽ 5-ൽ ഒരാൾ പട്ടിണി അനുഭവിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പറയുന്നത്. 71,000-ലധികം കുട്ടികൾ അവിടെ പോഷകാഹാര കുറവുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലേക്ക് പോകുന്ന, മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന, അതിർത്തികൾ കടന്നു പോകുന്ന ട്രക്കുകളെല്ലാം ഉപരോധിച്ചുകൊണ്ട് ഒരു ട്രക്ക് പോലും പുറത്തു വിടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു 5 ട്രക്കുകൾ ഭക്ഷണവുമായിട്ട് അവിടെ പോയി എന്ന് പറയുന്നത്. ആ 5 ട്രക്കുകൾ പോയതിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി വിശേഷിപ്പിച്ചത് സമുദ്രത്തിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറ്റിച്ചാൽ എങ്ങനെ ഉണ്ടാവുമോ അതാണ് ഇപ്പോൾ പോയ ഈ 5 ട്രക്കുകൾ. ഇതിൽ എത്രയോ വലുതാണ് അവിടെയുള്ള ആവശ്യങ്ങൾ. ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുകയാണ് എന്ന് അവിടെ ഇപ്പോൾ പറയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് യുദ്ധത്തിൻ്റെതായ സാധന സാമഗ്രികളും പടക്കോപ്പുകളും ഒക്കെ തീരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ യുദ്ധത്തിന്റെ സാധനങ്ങൾ തീരുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്ന രാജ്യം അവർ തീരുമാനിക്കുന്ന മറ്റൊരു തന്ത്രമാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്ന രാജ്യം ഏതാണോ അവിടെയുള്ള ജനങ്ങളെ പട്ടിണിക്കിടുക എന്നത്. അങ്ങനെ ഫലസ്തീനിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് അവരെ കുറച്ച് വർഷങ്ങൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ എടുത്തുകൊണ്ടോ അവരെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സയൻസ് രാജ്യമായ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഓരോ ദിവസവും വാർത്തകളായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ പരിതപിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ആർക്കും ആ വാർത്തകളിലൂടെ കടന്നു പോകാൻ സാധിക്കാറില്ല. ഇതെല്ലാം നിരന്തരം വരുമ്പോൾ പോലും നമുക്കുണ്ടാവേണ്ട ചില ചിന്തകളാണ് ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇത്തരം വാർത്തകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറവിയിലേക്ക് പലപ്പോഴും ഫലസ്തീനിലെ ജനതകളെ നാം സ്വാഭാവികമായി വിട്ടയക്കുന്നുണ്ടോ എന്നൊന്ന് ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ മറവിക്ക് ഇരയാവേണ്ടവരല്ല ഫലസ്തീനിലെ ജനതകൾ. അവിടെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾ പോലും നമ്മുടെ മറവിക്ക് ഇരയായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ പിന്നെ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? നമുക്ക് ചെയ്യാനുള്ള എല്ലാ നിലയ്ക്കുള്ള സഹായ സഹകരണങ്ങളും അത് നമ്മൾ മാനസികമായി നമ്മുടെ പ്രാർത്ഥനാ മൂലങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചില ചിന്തകൾ മുതൽ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഫലസ്തീൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയം എന്നത് അവിടുത്തെ പട്ടിണിയാണ്. ഭക്ഷണത്തിനായി ഒന്നുമില്ലാത്ത, ഭക്ഷിക്കാനായി പോഷകങ്ങളുള്ള ഭക്ഷണം പോയിട്ട് ഒന്നുമേ ലഭിക്കാത്ത ഒരു സാഹചര്യം ഫലസ്തീനിലെ ജനത അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പട്ടിണിയും വിശപ്പും രണ്ടാണ്. നമ്മളെല്ലാവരും വിശപ്പ് അനുഭവിച്ച ആളുകളാണ്, വിശപ്പ് അനുഭവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഇന്ന് ഈ ജുമാക്ക് ശേഷം നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ വീട്ടിലോ ഹോട്ടലിലോ എവിടെയെങ്കിലും നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവും. അവിടേക്കുള്ള ആ യാത്ര എത്തുന്നത് വരെ നമുക്കൊക്കെ വിശപ്പ് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ റമദാനിലെ 30 ദിവസവും വിശപ്പിന്റെ ഒരു വേദനയും കാഠിന്യവും അനുഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ ആരും പട്ടിണി അനുഭവിച്ചിട്ടില്ല. വിശപ്പും പട്ടിണിയും രണ്ടാണ്. നിരന്തരമായി ഈ വിശപ്പ് വരുന്ന, മുമ്പിൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പട്ടിണിയിലേക്ക് മനുഷ്യർ പോകാറുള്ളത്. പട്ടിണി കൊണ്ട് അള്ളാഹു എല്ലാവരെയും പരീക്ഷിക്കാറില്ല. എന്നാൽ ചില ആളുകൾ പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും ഭക്ഷ്യക്ഷാമം കൊണ്ടും ഒക്കെ പരീക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ചില ചിന്തകളുണ്ട്. ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. എന്നാൽ ചില ആളുകളൊക്കെ അള്ളാഹു ഉപജീവനം വിശാലമാക്കി കൊടുത്ത് എല്ലാ വിഭവങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും ആസ്വാദനങ്ങളും എല്ലാം കൊടുത്ത ചില ആളുകളൊക്കെ ചിന്തിക്കുന്ന ചില ചിന്തകളാണ് അള്ളാഹു പറയുന്നത്. അവരെല്ലാം, ചില ആളുകൾ, അവർ ദുനിയാവിനെ കൊണ്ട്, ഈ ഭൗതികമായ ജീവിതത്തെ അമിതമായി അവർ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരലോകത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ചില ആസ്വാദനങ്ങൾ ഉണ്ടല്ലോ, അത് ഭക്ഷണമാവട്ടെ, പാനീയമാവട്ടെ, നിങ്ങൾക്ക് സന്തോഷവും സുഖവും ലഭിക്കുന്ന എന്തെല്ലാം വിഭവങ്ങളാവട്ടെ, അതെല്ലാം നിസ്സാരമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ ചിന്താമുകുരങ്ങളിൽ നമുക്ക് നിസ്സാരമായി തോന്നിയ ഒരു അനുഗ്രഹമാണ് വിശപ്പ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം എന്നത്. അള്ളാഹു ഭക്ഷണം നമുക്ക് നൽകി എന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമായി നമ്മൾ കാണാത്ത, ആ കൂട്ടത്തിൽ പെടുത്താത്ത ഒന്നായി നമുക്ക് പലപ്പോഴും ചിത്രീകരിക്കാൻ കഴിയും. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം എന്നത്. ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ അതൊരിക്കലും പ്രസംഗിച്ചാലോ കേട്ടാലോ വായിച്ചാലോ നമുക്ക് ബോധ്യപ്പെടുകയില്ല. ഭക്ഷണം ഇല്ലാതെ കുറഞ്ഞൊരു സമയം നമ്മൾ മാറിയിരിക്കുമ്പോൾ, നോമ്പിൽ ഒരു 10-14 മണിക്കൂർ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതിനുമപ്പുറം നിരന്തരമായി തൊട്ടു മുമ്പിൽ ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാത്ത അവസ്ഥയാണ് നമുക്ക് നോമ്പിലുള്ളത്.
എന്നാൽ ഭക്ഷണം ഒരിക്കലും ലഭിക്കാത്ത ഒരു അവസ്ഥ നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിച്ചെങ്കിലേ അതിന്റെ വിലയും കാഠിന്യവും നാം തിരിച്ചറിയുകയുള്ളൂ എന്നാണ് പലപ്പോഴും നാം തിരിച്ചറിയേണ്ടത്. മലയാളത്തിൽ ഒരു പ്രശസ്തമായ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഒരു കുട്ടി, ആ കുട്ടി വളരെ ചെറിയ പ്രായമാണ്, സ്കൂളിലേക്ക് പോകുന്ന ഒരു പ്രായമാണ്. അവന്റെ വീട്ടിൽ എന്നും പട്ടിണിയാണ്. ഉപ്പയും ഉമ്മയും അവന് മാത്രമുള്ള ഒരു മൂവർ കുടുംബമാണ് അവന്റെ കുടുംബം. അവൻ സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന പ്രായമാണ്. സ്കൂളിലേക്ക് പോയി എന്നും പട്ടിണിയായിക്കൊണ്ട് സ്കൂളിലേക്ക് പോയി കിട്ടുന്ന ആ ഉച്ചക്കഞ്ഞി മാത്രം പ്രതീക്ഷിച്ചു പോകുന്ന ഒരു കുട്ടി. അവൻ സ്കൂൾ വിട്ട് ഒരു ദിവസം വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ വീട്ടിന്റെ പൂമുഖത്തായി വെള്ളപ്പുതപ്പ് മൂടിക്കിടക്കുന്ന തന്റെ ഉപ്പയെയാണ് അവൻ കാണുന്നത്. ആ ഉപ്പയെ കണ്ട ഉടനെ ആ ഉപ്പയുടെ അടുക്കിലേക്ക് പോയി, ഉപ്പ ഇന്ന് എന്താ ഭക്ഷണം കഴിക്കാനുള്ളത് എന്ന് ചോദിക്കാൻ മാത്രം നിഷ്കളങ്കമായ അവന്റെ മനസ്സ് ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ അവൻ ചോദിച്ചില്ല. ശേഷം അവന് മനസ്സിലായി അവന്റെ ഉപ്പ മരണപ്പെട്ടു എന്നത്. ഉപ്പ മരണപ്പെട്ട ശേഷം ഒരു ദിവസം കഴിഞ്ഞു, അവനൊന്നും ലഭിച്ചില്ല ഭക്ഷണത്തിനായി. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, അവനൊന്നും ലഭിച്ചില്ല. എന്നാൽ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഇരുട്ടറയിൽ കഴിയുന്ന തന്റെ ഉമ്മയ്ക്കും തനിക്കുമായി കൊണ്ട് അവിടെ കൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ഭക്ഷണം കൊണ്ടുവന്നു. വിഭവസമൃദ്ധമായ അവൻ കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഭക്ഷണം അവൻ ലഭിച്ചപ്പോൾ അവൻ മതിമറന്നത് കഴിക്കുകയായി. ആ മൂന്നാമത്തെ ദിവസം അവൻ ലഭിച്ച ഭക്ഷണം അവൻ ആസ്വദിച്ച് കഴിച്ചു. നാലാമത്തെ ദിവസമായി, ഈ ആളുകളൊക്കെ പിരിഞ്ഞു പോയി, അവന് ഭക്ഷണം ലഭിച്ചില്ല. അഞ്ചാമത്തെ ദിവസമായി, ഭക്ഷണം ലഭിച്ചില്ല. 6, 7, 8, 1, 2 ആഴ്ചകളൊക്കെ കഴിഞ്ഞു. പിന്നീട് ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴവന് ബോധ്യപ്പെട്ടു, മൂന്നാമത്തെ ദിവസം ഒരു വ്യക്തി മരണപ്പെട്ട ശേഷം മൂന്നാമത്തെ ദിവസമാകുമ്പോൾ ഇവിടെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചടങ്ങ്, ഭക്ഷണം വിതരണം ചെയ്ത ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും അവന് മനസ്സിലാവുകയാണ് ആ ചടങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് എനിക്ക് ഭക്ഷണം ലഭിച്ചത് എന്ന്. ഇത് കേട്ടപ്പോ, ഇത് മനസ്സിലാക്കിയപ്പോ നിഷ്കളങ്കമായ ആ കുട്ടി ഇരുട്ടറയിൽ കഴിയുന്ന അവന്റെ അമ്മയുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. അവൻ ഉമ്മാനോട് അവൻ ചോദിക്കുകയാണ്, ഉമ്മ എപ്പോഴാണ് മരണപ്പെടുക? ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് ഇതുപോലെ മൂന്നാമത്തെ ദിവസമാവുമ്പോൾ എനിക്ക് ഭക്ഷണം ലഭിക്കുമല്ലോ, എങ്കിൽ ഉമ്മ എപ്പോഴാണ് മരണപ്പെടുക എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ ഇതിലേക്ക് ആ കുട്ടിയുടെ ധാർമ്മികതയിലേക്കോ അതിന്റെ ഫിഖഹിലേക്കോ അല്ല പോകുന്നത്, മറിച്ച് ഇത്തരം കഥകൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. വിശപ്പ് എന്നത് മനുഷ്യൻ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രമേൽ പ്രയാസകരമായ ഒന്നാണ് എന്നാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ വിശപ്പ് എന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടിയാണ് വിശപ്പ്. ആ വിശപ്പ് ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്യന്തികമായ എല്ലാ പുരോഗതിക്കും അത് കാരണമായിട്ടുള്ളത്. മനുഷ്യന്റെ പുരോഗതി ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു ചേതോവികാരം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു പണിയെടുക്കണം, എനിക്ക് ഇന്നൊരു ലക്ഷ്യം വേണം എന്നുള്ള ഒരു വികാരം മനുഷ്യൻ ഉണ്ടാവേണ്ടതുണ്ട്. ആ വികാരമായിരുന്നു യഥാർത്ഥത്തിൽ വിശപ്പ്. ആ വിശപ്പ് മാറ്റാൻ ആവശ്യമായ എല്ലാ പ്രക്രിയകളുമാണ് ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യരായ നമ്മുടെ പൂർവികരെല്ലാം ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ പട്ടിണി എന്നത് ഈ വിശപ്പിന്റെ ഒരു മൂർധന്യാവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, അതിപ്പോ ഫലസ്തീനിലല്ലേ, ഫലസ്തീനിലെ ഗസയിലെ ഒരു പിടി കുട്ടികളുടെ കാര്യമല്ലേ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ചുറ്റിലും ഈ പട്ടിണി കിടക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. ആഗോള പട്ടിണി സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 105ാമത്തെ സ്ഥാനത്താണ്, ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം. അത്രത്തോളം ആളുകൾ ഇന്ത്യയിൽ പട്ടിണി അനുഭവിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ നമ്മൾ ആലോചിക്കും, അതിപ്പോ ബംഗാളിലും ഒറീസയിലും UP-യിലും ഒക്കെ ആയിരിക്കും. എന്നാൽ അല്ല, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു രാത്രി അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അങ്ങാടിയിൽ കാണുന്ന, റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് കാണുന്ന, ബസ് സ്റ്റാൻഡുകളിൽ കാണുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ സൈഡിലൊക്കെ അന്തി ഉറങ്ങുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. സർക്കസ് കൂടാരങ്ങളുടെ സൈഡിലൊക്കെ ഒരുപാട് അന്തി ഉറങ്ങുന്ന നാടോടികളുണ്ട്. അത്തരം ആളുകളൊക്കെ എന്നും രാത്രി നമ്മെ പോലെ വളരെ വൈവിധ്യങ്ങളായ രുചിയൂർന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല ഉറങ്ങാറുള്ളത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ. നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ പാഠങ്ങളുണ്ട്. ഭക്ഷണം എന്നത് അത് എത്ര നിസ്സാരമായി കാണുന്ന ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീകളാണെങ്കിൽ പോലും അതുകൊണ്ട് നിങ്ങൾ നരകത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞ റസൂലിന്റെ പാഠത്തിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ അത് ഏത് നിസ്സാരമായി കാണുന്ന എത്ര ചെറുതാണെങ്കിൽ പോലും അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. അതിന്റെ വൈവിധ്യങ്ങളെ തേടി നമ്മൾ പോകുമ്പോൾ, രുചിക്കൂട്ടുകളിൽ ഓരോന്നും പുതിയ ഓരോ സംഗതികൾ നമ്മൾ മിക്സ് ചെയ്ത് പലപ്പോഴും കണ്ടെത്താൻ വേണ്ടി പോകുമ്പോൾ അതിന്റെ പുതിയ ഇനങ്ങൾ, പുതിയ തരങ്ങൾ, ഏറ്റവും പുതിയ മെനുകൾ. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെനു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർത്താൽ തീരാത്ത, മറിച്ചാലും അറിയാത്ത അത്ര മെനുവിന്റെ ലിസ്റ്റ് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പുതിയ തലമുറ പുതിയ ഭക്ഷണ വിഭവങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഇതൊക്കെ നമുക്കവിടെ ഒരു ഭാഗത്ത് മാറ്റി നിർത്താമെങ്കിലും ഇത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്കിതിലുള്ള ചില തിരിച്ചറിവുകൾ നേടാൻ സാധിക്കുക. ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ട ചിന്ത, ഫലസ്തീനിലെ ആ ജനതയും നമ്മുടെ പരിസരങ്ങളിലുള്ള ഒരുപാടധികം ആളുകളും ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമൊന്നും ആ വിഷയത്തിൽ ഒരു പരീക്ഷണം നൽകിയിട്ടില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ അനുഗ്രഹത്തിന്റെ ഗൗരവവും വലിപ്പവും നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഇത് എപ്പോഴാണ് നമുക്ക് നഷ്ടം വരിക ആ സമയത്ത് ആലോചിച്ചുകൊണ്ടാണ്.
മറിച്ചിപ്പോ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് നമ്മുടെയൊക്കെ പിന്നെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മദ്രാസിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കം വന്നത്. ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഏറ്റവും ധനികരായ ആളുകൾ പോലും അവരുടെ വീടിന് മുന്നിൽ കൈകൾ നീട്ടിക്കൊണ്ട് ഭക്ഷണത്തിന്റെ പൊതി ആഗ്രഹിച്ച സമയം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാടുകളിലും ഈ ഒരു അവസ്ഥ വിദൂരമല്ല. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടും അടുക്കളയും ഒക്കെ ഒരു നല്ല മഴവെള്ളം കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങൾ ഒലിച്ചു പോയി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയും ആ ഭക്ഷണ വിഷയത്തിലുള്ള ഒരു അഹങ്കാരവും ഒക്കെ. അതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോൾ നമുക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയാലേ ബോധ്യപ്പെടുകയുള്ളൂ. റാസിഖാണ് അള്ളാഹു. അള്ളാഹു നമ്മെ ഭക്ഷണം മൂട്ടുന്നവനാണ്. നമുക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ ഭക്ഷണം നൽകുന്നവനാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അബസയിൽ പറയുന്നുണ്ട്, ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബന الماء صبا ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقضبا وزيتونا والنخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഒക്കെ അപ്പുറം നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴവെള്ളം കുരിഞ്ഞു തന്നു. ആ മഴവെള്ളം ചൊരിഞ്ഞു തന്നതിലൂടെ ആ മഴവെള്ളം ഭൂമിയെ വിണ്ട് കീറിക്കൊണ്ട് അവിടെ ചെറിയ ധാന്യങ്ങൾ മുളപൊട്ടി വരികയാണ്. ആ ധാന്യങ്ങൾ പിന്നീട് വിളവെടുത്തുകൊണ്ട് അതിന്റെ കൃഷി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അത് ഭക്ഷണമായി നിങ്ങളിലേക്ക് വരികയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ആ പച്ചക്കറികളും ഒലിവും സൈത്തൂനും എല്ലാം അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെയായി അള്ളാഹു ഇവിടെ വ്യവസ്ഥാപൂർവ്വം വിവരിച്ചു തന്നതാണ് ഈ ഭക്ഷണങ്ങളെല്ലാം എന്ന് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ട ചിന്ത, ഈ ഭക്ഷണമെല്ലാം മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും പോലെ തന്നെ ഭക്ഷണമാകുന്ന ഈ അനുഗ്രഹവും നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ തീന്മേശയിൽ ഒരുക്കി വെക്കപ്പെടുന്ന വിഭവങ്ങൾ ഉണ്ടല്ലോ, ആ വിഭവങ്ങൾ നാളെ പരലോകത്ത് നമ്മുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഈ വിഭവങ്ങൾ നമ്മോട് ചോദിക്കും ചില ചോദ്യങ്ങൾ. ആ തീന്മേശയിൽ ഇരുന്ന് കുറ്റവും കുറവും എപ്പോഴും പറയുന്ന ആളുകൾ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ തീന്മേശയിൽ ഇരുന്നു കൊണ്ട് അത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി വന്ന അത് സഞ്ചരിച്ച പാതകളെ പറ്റി ആലോചിക്കാതെ അതിൽ ചെറുതായ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ, ഒന്ന് മുളക് കൂടിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ അതിനുവേണ്ടി വലിയ യുദ്ധങ്ങൾ വീട്ടിൽ നയിക്കുന്ന ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ അതിൽ യാതൊരു തൃപ്തിയും ഇല്ലാത്ത, അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വിഭവവും തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് സാധിക്കും. എപ്പോഴാണ് നമുക്ക് ഈ വിഭവം, ഈ അനുഗ്രഹം നമുക്ക് അള്ളാഹു തിരിച്ചെടുക്കുക നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം അത് പലപ്പോഴും അള്ളാഹു തിരിച്ചെടുക്കുമെന്ന ബോധ്യവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഭക്ഷണം എന്നത് വലിയ അത്ഭുതമാണ്. ചെറിയ പ്രായം മുതൽ, ഒന്നാമതായി നമ്മളൊക്കെ ആദ്യമായി നുണഞ്ഞ മുലപ്പാൽ മുതൽ ഏറ്റവും അവസാനം നമ്മുടെ അന്ത്യ നിമിഷത്തിൽ നമുക്ക് വായിൽ വെച്ച് തരുന്ന ആ ഒരു തുള്ളി വെള്ളം ഉണ്ടല്ലോ, അതുവരെ നീണ്ട വിശാലമായ ഒരു അനുഗ്രഹമാണ് ഭക്ഷണം എന്നത്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ, അത് നമുക്ക് ഒരു ഊർജ്ജമായും എനർജിയായും ഒക്കെ മാറുന്ന ആ പ്രക്രിയകളൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിൽ നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന രൂപത്തിലുള്ള അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെടും നമുക്ക്. മുലപ്പാലിനെ പറ്റി പറയാറുണ്ട്. ആദ്യമായി ഒരു കുഞ്ഞ് നുണയുന്നത് മുലപ്പാലാണ്. ആ മുലപ്പാല്, അത് ആദ്യമായി വരുന്ന മുലപ്പാല്, കുട്ടി ജനിച്ച് ആദ്യമായി കുടിക്കുന്ന മുലപ്പാലിൽ ആദ്യത്തെ 3 ദിവസം ആ മുലപ്പാല് കൊളസ്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ കൊളസ്ട്രത്തിൽ ആ കുട്ടിക്ക് വേണ്ട എല്ലാ പ്രതിരോധ ശക്തിയും ആ മുലപ്പാലിലൂടെ കിട്ടുകയാണ്. മറിച്ചു ആ കുട്ടി വേറൊന്നും കഴിക്കുന്നില്ല, വേറൊന്നും കുടിക്കുന്നില്ല. ഈ മുലപ്പാലിലൂടെ ആ കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ പോഷകങ്ങളും പ്രതിരോധങ്ങളും അതിലൂടെ ലഭിക്കുകയാണ്. അതിനുശേഷം അത് ട്രാൻസിഷൻ മിൽക്കായി പിന്നീട് യഥാർത്ഥ പാലായി മാറുമ്പോൾ അതിലൂടെ ആ കുട്ടിക്ക് എല്ലാം കിട്ടാവുന്ന രൂപത്തിൽ അള്ളാഹു അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. മുലപ്പാലിന്റെ അത്ഭുതങ്ങൾ പറയുമ്പോൾ മുലപ്പാലിലെ ഒരു ഭാഗം അത് ദാഹം മാറ്റാനും മറ്റൊരു ഭാഗം അവിടെ വിശപ്പ് മാറ്റാനുമാണ് കുട്ടികളെ സഹായിക്കുന്നത്. എത്രത്തോളം അറിയുന്നത്, പ്രീടേമായി നേരത്തെ ജനിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. മാസം തികയാതെ കുറച്ചുകൂടി നേരത്തെ ജനിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ അവർക്ക് എന്തൊക്കെയാണോ കുറവുകളുള്ളത് ആ കുറവുകൾ നികത്തുന്ന രൂപത്തിൽ മുലപ്പാൽ ആ ഉമ്മയിൽ മാറ്റപ്പെടുമെന്നാണ്. എത്ര വലിയ അത്ഭുതമാണ്. ഒരു ഉമ്മ പ്രസവിക്കുന്ന ഒരു പൂർണ്ണ അവസ്ഥയിൽ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മുലപ്പാലും നേരത്തെ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മുലപ്പാലും അതിന്റെ കണ്ടന്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് എത്ര വലിയ അത്ഭുതമാണ്. അങ്ങനെ നമുക്കെല്ലാം ഭക്ഷണം ചെറിയ പ്രായം മുതൽ തന്നെ, നമ്മളൊന്നും ചിന്തിക്കുന്നതിനപ്പുറം ആ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു നമുക്ക് വളരെ സുന്ദരമായി ഇവിടെ നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ആത്യന്തികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് അള്ളാഹു നമുക്ക് അനുവദനീയമാക്കപ്പെട്ട വിഷയത്തിൽ മാത്രം ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. എവിടെയാണ് അള്ളാഹു നിഷിദ്ധമാക്കപ്പെട്ടത് അതിലൊരിക്കലും നമ്മൾ പോകുന്നില്ല എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഹറാം എവിടെയാണ്, ഹലാൽ എവിടെയാണെന്ന് ബോധ്യപ്പെടുക എന്നത് ഹലാലൻ ത്വയ്യിബൻ എന്നാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത്. ഹലാലാവണം, അത് ത്വയ്യിബുമാവണം. ലാ യദ്ഖുലുൽ ജന്നത ജസദുൻ ഉദിയ ബിൽ ഹറാം. ഹറാമുകൾ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് അള്ളാഹു റസൂലിന്റെ കൽപ്പന. ആ ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹറാമായ ഒരു അംശം പോലും അതിൽ ഉണ്ടാവുന്നില്ല. നമ്മുടെ സമ്പാദ്യം അത് ഹറാം ഉണ്ടാവുന്നില്ല, അതിൽ ഹലാൽ മാത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ഹലാലായി മാറും, നമുക്ക് പുണ്യകരമാക്കി മാറും. ഇസ്ലാമിൽ എല്ലാം ഹലാലാണ്, വളരെ കുറഞ്ഞ ഹറാമുകളേ ഉള്ളൂ. പാനീയമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ കഴിയുന്നതിൽ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അതല്ലാത്ത എന്ത് ജ്യൂസുകളും എന്ത് വലിയ വൈവിധ്യങ്ങളായ പാനീയങ്ങളും നിങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾക്ക് എന്തും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല, യാതൊരു തടസ്സവുമില്ല. ഇന്ന ചില കാര്യങ്ങൾ, പന്നി മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരുടെ മേൽ അറുക്കപ്പെട്ട ചില കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന ചില കൽപ്പനകൾ മാത്രം, ഹറാമാക്കുന്ന ആ സംഗതികൾ മാത്രം നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രുചിക്കാനാവുന്ന ഒരുപാട് അനുഗ്രഹമായിക്കൊണ്ട് അള്ളാഹു ഭക്ഷണത്തിൽ നൽകുന്നത്. സാന്ദർഭികം ഓർമ്മിപ്പിക്കാനുള്ളത് ബലികർമ്മമാണ്. ബലിപെരുന്നാൾ വരാനിരിക്കുകയാണ്. ഉദുഹിയത്തിൽ നമ്മുടെ ഒരു ഷെയർ കൂടി ഉണ്ടാവുന്ന കാര്യം നമ്മൾ ഉറപ്പിക്കണം. കാരണം ആ ഉദുഹിയത്ത്, ആ ബലി, അത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഹറാം കലരുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത്തരം ഹറാമ് കലർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വഹാബിമാരായ ആളുകൾ അവരുടെ വായിൽ വിരലിട്ടുകൊണ്ട് അത് ഛർദ്ദിക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്. സ്വഹാബിമാർ രാവിലെ ഉപജീവനത്തിന് വേണ്ടി അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വഹാബ വനിതകൾ അവരോട് പറയുമായിരുന്നു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ഹലാലായത് മാത്രം സമ്പാദിച്ചുകൊണ്ട് വരണം, ഹറാം ഒരിക്കലും ഞങ്ങൾക്ക് കൊണ്ടുതരരുത് എന്ന് അവരോട് പറയാറുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഹലാലുകളുടെ മാത്രം കൊണ്ടുപോയി റബ്ബിന് നന്ദി ചെയ്യുന്ന രൂപത്തിൽ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഭക്ഷണത്തിൽ നമ്മൾ അള്ളാഹു നന്ദി കാണിക്കുക? റസൂലിന്റെ ചര്യയെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കുക? ചില ആളുകളൊക്കെ ഉണ്ട്, റസൂലിന്റെ ഒരു കൽപ്പന ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉണ്ടെങ്കിൽ എന്നാൽ അത്ര വലിയ കാര്യമാക്കേണ്ടതുണ്ടോ, അതൊരു ചെറിയൊരു സുന്നത്തല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത്രയൊക്കെ സൂക്ഷ്മത ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രതീതിയല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണത്തിന്റെയോ മറ്റേത് വിഷയത്തിലും ഒരു ചെറിയ നിസ്സാരമായ ഒരു സുന്നത്ത് പറഞ്ഞിട്ടുണ്ടോ, അത് സുന്നത്താണെങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരം ലഭിക്കുന്ന സംഗതിയാണ്. അത് ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാട്ടിലെ സ്റ്റാറ്റസും മറ്റൊക്കെ ആലോചിച്ച് ആ നിഷിദ്ധമാക്കപ്പെട്ട സംഗതി ചെയ്യാൻ അത് നിസ്സാരമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് നാളെ വലിയ നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ. എന്താണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് ലഭിച്ച നമ്മൾ ചെയ്യേണ്ട അള്ളാഹു നന്ദി കാണിക്കേണ്ട വിഷയങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന, എവിടെയൊക്കെ നമുക്ക് പിഴവ് സംഭവിച്ചു പോകാവുന്ന ചില കാര്യങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ആദ്യമായി കൈ കഴുകണം. ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണം തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. എപ്പോൾ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് അത് ആരാണ് ഒരു അതിഥിയായി നമുക്ക് ലഭിക്കുന്ന ഭക്ഷണമാണോ എങ്കിൽ നമ്മൾ അവർക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു മുബാരിക് ലനാ ഫീഹി വഅത്ഇനാ ഖൈറൻ മിൻഹു എന്നുള്ള പ്രാർത്ഥന, അവർക്ക് ഖൈറും ബർക്കത്തും ഒക്കെ ലഭിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്. ബിസ്മി ചൊല്ലുക എന്നത് അത് നിർബന്ധമായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, ശൈത്താൻ അതിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ശൈത്താനോട് പറയും എനിക്ക് ഇന്നിവിടെ ഭക്ഷണമില്ല എന്നത്. അത്തരത്തിൽ നമ്മുടെ ഭക്ഷണം പുറമെ അള്ളാഹുവിന് മാത്രമായിക്കൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം. എങ്ങാനും മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. വലത് കൈകൊണ്ട് മാത്രം കഴിക്കണം. ശൈത്താനാണ് ഇടത് കൈകൊണ്ട് കഴിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ ഭക്ഷണം വലത് കൈ കൊണ്ട് കഴിക്കും, പക്ഷെ വെള്ളം ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യും. ഒരിക്കലും നമുക്ക് ചേർന്ന ഒരു രീതിയല്ല ഇത്. ഭക്ഷണം എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ തന്നെ വെള്ളവും വലത് കൈ കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ചിലരൊക്കെ ആളുകൾ പറയാറുണ്ടാവും, അതിപ്പോ വലത്തെ കയ്യിൽ എച്ചിൽ ഉണ്ടാവില്ലേ, ഈ എച്ചിൽ കൊണ്ട് എങ്ങനെയാണ് വെള്ളത്തിന്റെ പാത്രം കുടിക്കുക? സഹോദരങ്ങൾ, നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ എച്ചിൽ ഉണ്ടാവില്ലേ, ആ പാത്രവും പിന്നീട് പോയി കഴുകേണ്ടേ? അതുപോലെയാണ് വെള്ളത്തിന്റെ കുപ്പിയും ഉണ്ടാവുക, വെള്ളത്തിന്റെ ഗ്ലാസും ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൊണ്ട് റസൂലിന്റെ കൽപ്പനയാണോ, പിന്നെ നമുക്ക് നാട്ടിലെ സ്റ്റാറ്റസും ആളുകൾ എന്ന് ചിന്തിക്കുമെന്നൊന്നും ചിന്തിക്കാനില്ല. മറിച്ച് അവിടെ മാന്യമായിക്കൊണ്ട് അത് വലത്തെ കൈകൊണ്ട് തന്നെ കുടിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. ഇനി അത് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണോ, ഒന്നും പേടിക്കാനില്ല. ഈ രൂപത്തിൽ അല്ലാഹു റസൂലിന്റെ കൽപ്പനകൾ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് കുടിക്കുക, നിലത്തിരുന്നുകൊണ്ട് കുടിക്കുക എന്നതാണ് കൽപ്പനയുള്ളത്. നമുക്ക് കസാരയിൽ ഇരുന്നും കുടിക്കാം. ചാരി ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിനാണ് നിങ്ങൾക്ക് ബർക്കത്തുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. കൂട്ടായ്മയിലാണ്, ജമാഅത്തിലാണ് ബർക്കത്ത് എന്നുള്ള റസൂല് അവിടെ പറഞ്ഞു തരികയാണ്. യഥാർത്ഥത്തിൽ നാം ആലോചിച്ച് നോക്കേണ്ടത് പുതിയ തലമുറയുമായി ഇരിക്കാനുള്ള നല്ലൊരു അവസരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണ മേശകളെല്ലാം. നമ്മുടെ തീന്മേശകൾക്ക് ചുറ്റും ഇരുന്ന് നമ്മൾ പിതാവും മാതാവും മക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് അവർക്ക് പങ്കുവയ്ക്കാനുള്ള അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന രൂപത്തിലുള്ള ഒരു തീന്മേശയായിക്കൊണ്ട് നമ്മുടെയൊക്കെ വീടിന്റെ അംഗങ്ങൾ മാറേണ്ടതുണ്ട്. അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഒരു ഇടമായി നമ്മുടെയൊക്കെ ഭക്ഷണ മേശകൾ മാറിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ചില മര്യാദകളാണ് പാത്രത്തിന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. അതിൽ തന്നെ 3 വിരൽ കൊണ്ട് കഴിക്കാൻ കഴിയുന്നൊക്കെ കാരക്ക പോലത്തെ വിഷയങ്ങൾ, അതൊക്കെ 3 വിരൽ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കുക എന്നതും ഒരു സുന്നത്താണ്.
അതുപോലെ തന്നെ ചൂട് മാറിയ ശേഷം മാത്രം കഴിക്കുക. ചൂടുള്ള ഒരു പാനീയമാണ് ലഭിക്കുന്നതെങ്കിൽ അതിലേക്ക് ഊതാതിരിക്കുക എന്നതും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ചില ആളുകൾക്ക് എന്താ പണ്ട് ഊതിയ എന്നുണ്ടാവുമ്പോൾ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു രീതി ഒരിക്കലും നമുക്ക് ചേർന്നതല്ല. അങ്ങനെ ഒരു രീതിയും ചിന്തയും നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെയാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുകൂടി ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തെ ഒരിക്കലും ആക്ഷേപിക്കരുത്. നമുക്ക് വേണ്ട എങ്കിൽ ഉപേക്ഷിച്ചു പോകാം. ഒരിക്കലും അതിനെ കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. താഴെ വീണ ഭക്ഷണമാണെങ്കിൽ അതൊരു വറ്റാണെങ്കിൽ പോലും അത് എടുത്ത് പെറുക്കി അതിലെ അഴുക്കെല്ലാം കളഞ്ഞുകൊണ്ട് ശേഷം അത് വീണ്ടും ഭക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം വിരലുകളെല്ലാം നക്കി തുറയ്ക്കുക. വിരലിന്റെ അറ്റത്ത് പോലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ബാക്കിയാക്കി പോകാൻ പാടില്ല എന്ന് കൽപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്ലേറ്റിൽ ഭക്ഷണം ബാക്കി ഉണ്ടാവുക? വിരലിന്റെ അറ്റത്ത് പോലും ഭക്ഷണം ബാക്കിയില്ലാതിരിക്കാൻ അതുപോലെ നിങ്ങൾ ഉറിഞ്ചിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിൽ എങ്ങനെയാണ് ഭക്ഷണം ബാക്കി ഉണ്ടാവാൻ പാടുക? ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാത്രം വടിച്ചു തുടയ്ക്കുക. അതിനുശേഷം ഭക്ഷണം കഴിച്ച ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി വലാ ഖുവ എന്ന പ്രാർത്ഥന. അള്ളാഹുവേ, എന്റെ കഴിവോ എന്റെ ഒരു ശക്തിയോ ഒന്നും കൊണ്ടല്ല, നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭക്ഷണം ആസ്വദിച്ചത്, നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറയുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങൾ. ഭക്ഷണത്തിന്റെ പാത്രം നിങ്ങൾ മൂടി വെക്കുക. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കഴിക്കാതിരിക്കുക. ഇനി വെള്ളം കുടിക്കുന്ന വിഷയത്തിലാണെങ്കിൽ പോലും ഇരുന്ന് കുടിക്കുക, 3 തവണയായി കുടിക്കുക. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ കാണാൻ കഴിയും. ഇതെല്ലാം പാലിക്കുന്നതിലൂടെ മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണമാകുന്ന അനുഗ്രഹത്തിൽ നമുക്ക് അള്ളാഹു നന്ദി കാണിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും ധൂർത്തി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിലൊരു അമിതത്വം ഉണ്ടാവാൻ പാടില്ല. അതിലൊരു ആർത്തി ഉണ്ടാവാൻ പാടില്ല. ഇന്ന് പലപ്പോഴും ഭക്ഷണം വേസ്റ്റ് ആവുന്ന ഒരു ഇടമാണ് നമ്മളൊക്കെ വിവാഹ സൽക്കാരങ്ങൾ, വിവാഹ പാർട്ടികൾ. അവിടെയെല്ലാം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെയായി ഏറ്റവും നല്ല വിഭവങ്ങൾ ആരാണ് ഉണ്ടാകുന്നത്? ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് അതൊരു മത്സരമായി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ആവശ്യമായിട്ട് ഒരു വലിമയാണെങ്കിൽ മാന്യമായ രൂപത്തിൽ അത് ഒരുക്കുവാനുള്ള ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ പാലിക്കേണ്ടത് ഭക്ഷിപ്പിക്കലാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഭക്ഷണം ആവശ്യത്തിന് രുചികരമായി വൈവിധ്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നു എന്നത്. സഹോദരങ്ങളെ, ആ ഭക്ഷണം നമുക്ക് ലഭിച്ച ഭക്ഷണത്തെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാൻ കൂടി നമ്മൾ നമ്മുടെ ശ്രദ്ധയും സമയവും മാറ്റിവെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ വന്ന സമയത്ത് അവിടെ ആദ്യമായി അവിടുത്തെ മദീനയിലെ അൻസ്വാരികളോടൊക്കെ പറഞ്ഞ വിഷയമായിരുന്നു അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. അതോട് ചേർത്ത് പറഞ്ഞ വിഷയമാണ് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നത്. നിങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് അത് കാരണമാകുമെന്നും നിങ്ങളുടെ പദവികൾ ഉയർത്താൻ അത് കാരണമാവും, നിങ്ങൾ വിജയികളായി മാറുന്നത് കാരണമാവുമെന്നും, നിങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളവ കൊടുക്കണം. എന്നുള്ള ഖുർആന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാവണമെന്നും അല്ലാഹു റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ എണ്ണിൽപ്പെട്ടവനല്ല. അവൻ എത്രമേൽ സ്വലാത്ത് ചെയ്യുന്നവനും ദിക്ർ ചെല്ലുന്നവനും ഒക്കെ ആണെങ്കിൽ പോലും അവൻ എണ്ണിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം അത് നമുക്ക് ബാക്കിയുള്ളവർക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ആളുകളാണ് ഏറ്റവും ഉത്തമർ. ഭക്ഷണം ഭക്ഷിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും ഉത്തമർ എന്ന് പറയുന്ന. അത്തരത്തിൽ അതിന് പ്രോത്സാഹനം നൽകാത്ത ആളുകൾ അവർ കാഫിറുകളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുന്ന ഗൗരവകരമായ അവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ഭക്ഷണം പകുത്തു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയൊരു തലമുറ അവർക്കതിൽ മാതൃകയായി മാറാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചില കരച്ചിലിന്റെ രംഗങ്ങളൊക്കെ സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ മൊബൈലിലും ടിവിയിലും മാത്രം കാണുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരികയാണ്. അവർക്ക് കരച്ചിലിന്റെ അല്ലെങ്കിൽ തേങ്ങലിന്റെ ഒരു വൈവിധ്യമായ ഒരു രൂപം നമ്മുടെ ഈ അങ്ങാടികളിൽ നേരത്തെ പറഞ്ഞ ഇടങ്ങളിലൊക്കെ ഉണ്ട് എന്നും അവർ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണം സജ്ജീകരിച്ചു കൊടുക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും അത്തരം കൂട്ടായ്മകളിലുമൊക്കെ നമ്മൾ ഏറ്റവും മുമ്പിലുണ്ടാവണമെന്നും, ബാക്കി വരുന്നൊരു ഭക്ഷണമാണ് ഒരു വിവാഹ സൽക്കാരമാണെങ്കിൽ അവിടെ ഭക്ഷണം ബാക്കി വരുമെന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ അത് പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും ആ പാക്ക് ചെയ്ത ഭക്ഷണം അന്നേക്കല്ലത് കേടുവരാത്ത രൂപത്തിൽ ഇവർക്കെല്ലാം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണമെന്നും പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് ഏറ്റവും മുമ്പിൽ അവർ ഉണ്ടാവണം. അത്തരം സംവിധാനങ്ങൾ, അത്താഴക്കൂട്ടങ്ങൾ പോലെയുള്ള വിശപ്പിന്റെ വെടികൾ അറിയുന്ന അത്തരം സംഘടനകളുമായിട്ടൊക്കെയുള്ള ചേർന്ന് നിൽക്കാനുള്ള അതിന്റെ ഏറ്റവും മുന്നിലുണ്ടാവുന്ന അവസ്ഥ നമ്മുടെയൊക്കെ മക്കൾക്കും ഉണ്ടാവണം. അതിനുള്ള ശ്രദ്ധ കൂടി നാം കാണിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം എന്ന മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങി നന്ദി കാണിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഏവർക്കും ഉണ്ടാവണം. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, എത്ര സമ്പന്നരാണെങ്കിലും
ആമാശയം എല്ലാവർക്കും ഒരേ വലിപ്പത്തിലാണുള്ളത്. എത്ര തന്നെ കഴിക്കാമെന്ന് ആഗ്രഹിച്ചാലും ഒരു നിശ്ചിത അളവിനപ്പുറം നമുക്ക് ആർക്കും കഴിക്കാൻ സാധിക്കാറില്ല. അള്ളാഹുവിടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വലിയ വ്യവസ്ഥയാണിത്. എത്രമേൽ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എനിക്ക് അത്രമേൽ സമ്പത്തുണ്ട്, ഈ സമ്പത്തോടെ എനിക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാനുള്ള എല്ലാ ആഗ്രഹവും, ആ ആഗ്രഹം സാധൂകരിക്കാനുള്ള എല്ലാ അവസ്ഥയും എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു നിശ്ചിത അളവിനപ്പുറം ആ വ്യക്തിക്ക് പോലും കഴിക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന്റെ ഒരു വില തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ റമദാനിൽ നമ്മൾ അറിഞ്ഞവരാണ്. റമദാൻ എന്ന ഒരു മാസക്കാലത്തെ വിശപ്പ് എന്ന വികാരം അനുഭവിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പട്ടിണി അനുഭവിച്ചിട്ടില്ല. ആ വികാരം അനുഭവിച്ചവരെന്ന നിലയ്ക്ക് യഥാർത്ഥത്തിൽ ആ റമദാനിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ ഭക്ഷണം ഉണ്ടായിട്ട് പോലും വിഭവസമൃദ്ധമായ ഭക്ഷണം, അത് 6:35 ബാങ്കെങ്കിൽ 6:34 തൊട്ട് മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ കഴിക്കാറില്ല. കാരണം അതൊരു പിടിച്ചു നിർത്തലായിരുന്നു. നമ്മുടെ ഹവയെ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ദേഹേച്ഛകളെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് പിടിച്ചു നിർത്തലായിരുന്നു അവിടെ നമ്മൾ ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇതേ കൽപ്പനയാണ് നമുക്ക് എല്ലാ വിഷയത്തിലും ഉള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അള്ളാഹു നിശ്ചയിച്ച ഹറാമും ഹലാലും പരിമിതികളും പരിധികളും എവിടെയാണോ അവിടെ നൽകാനുള്ള ശ്രദ്ധയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. വിശപ്പ് നമുക്ക് പകരുന്ന മറ്റൊരു വലിയ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇത്. ഹറാമായ വിഷയങ്ങൾ, ലൈംഗികമായ ചോദനകൾ, ഇതെല്ലാം എവിടെയാണോ പിടിച്ചു നിർത്തേണ്ടത് അവിടെ തന്നെ നിർത്താനുള്ള ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച ആ പാഠങ്ങൾ അത് യഥാർത്ഥത്തിൽ ഇനിയും തുടരേണ്ടതുണ്ട്. സുന്നത്ത് നോമ്പുകൾ അത് അധികരിപ്പിക്കേണ്ടതുണ്ട്. തിങ്കളും വ്യാഴവും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ അയ്യാമുൽ ബിദിന്റെ സമയത്തൊക്കെ നമുക്ക് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികളായ ആളുകൾ വിശപ്പ് എന്ന, ഭക്ഷണമില്ലായ്മ എന്ന പ്രയാസത്തിലൂടെ കടന്നുപോയ ആളുകളായിരുന്നു. ആലോചിച്ചു സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലും സഹാബത്തിലും അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിലും ഒന്നും അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഒരു സമയം ഓർത്തെടുക്കാൻ പോലും കഴിയാറുണ്ടായിരുന്നില്ല. അത്രമേൽ പ്രയാസം അനുഭവിച്ച കാലഘട്ടം. ഈത്തപ്പഴങ്ങൾ മാത്രം വിഭവസമൃദ്ധമായ ഭക്ഷണമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു പ്രയാസവും ഇല്ല. അള്ളാന്റെ റസൂലും സഹാബത്തും ഒക്കെ അന്ന് അനുഭവിച്ച ആ ത്യാഗങ്ങളുടെ ഒരു ചെറിയ അംശം പോലും ഈ വിശപ്പിന്റെ വിഷയത്തിൽ നമുക്ക് ആർക്കും അനുഭവിക്കാനില്ല. അതുകൊണ്ട് അതിന് കൂടുതൽ നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സ്വഹാബിമാർ അവർ മുന്നോട്ട് പോയ, അവർ കടന്നു പോകുന്ന ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാലായും പ്രാഴത്ത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ കാഴ്ചകൾ അവിടെ കാണാനിരിക്കുന്ന ആ സ്വർഗത്തിലേക്കാണ്, ആ നിറമുള്ള സ്വർഗത്തിലേക്കാണ് നമ്മുടെ മുൻഗാമികൾ കടന്നു പോയിട്ടുള്ളത്. ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ ത്യാഗത്തിന്റെ ചെറിയ അംശങ്ങൾ നമുക്കും അനുഭവിക്കാനുണ്ട്. അല്ലാഹു റസൂലിന്റെ പിന്നെ സന്നിധിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അല്ലാഹു റസൂലിന്റെ മസ്ജിദ് നബവിയിൽ കഴിഞ്ഞു കൂടുന്ന സമയത്ത് അബൂ ഹുറൈറ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഭക്ഷിക്കാനായി ഒന്നും ലഭിക്കാതിരുന്ന ഒരുപാട് നാളുകൾ എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ പലപ്പോഴും ഇടയ്ക്ക് ഇരിക്കും, ഇടയ്ക്ക് കിടക്കും, ഇടയ്ക്ക് കമിഴുന്ന ഉരുളും പല രൂപത്തിലുള്ള കാഴ്ചകൾ ഞാൻ കാട്ടിക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത് കണ്ട് സ്വഹാബിമാരിൽ പലരും ചിന്തിച്ചു അബൂ ഹുറൈറയ്ക്ക് എന്തോ ഒരു രോഗമാണ്. പക്ഷെ അബൂ ഹുറൈറ രോഗിയായിരുന്നില്ല. അദ്ദേഹം പറയാണ്, ഞാനൊരു രോഗിയായിരുന്നില്ല, പട്ടിണിയായിരുന്നു പ്രശ്നം. എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു ഞാൻ അതെല്ലാം ചെയ്തു കൂട്ടിയിരുന്നത്. എത്രത്തോളം വെച്ചാൽ അള്ളാഹു റസൂലിന്റെ പിന്നെ മസ്ജിദിൽ വെച്ച്, മസ്ജിദ് നബവിയിൽ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തി അബൂ ഹുറൈറ ആയിരിക്കും. അദ്ദേഹം പുറത്തു പോയി ഈ നമസ്കാരത്തിന് ശേഷം ആളുകൾ പുറത്തു വരുന്നതിനെ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എന്തിനായിരുന്നു പോയത്? അങ്ങനെ പോയി അവിടെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് സലാം പറഞ്ഞ് എന്നെ എങ്ങാനും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും ഭക്ഷണം തരികയാണെങ്കിലോ എന്ന് ആലോചിച്ച് അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയത് എന്ന് അള്ളാഹു റസൂലിന്റെ സ്വഹാബിമാരായ അബൂ ഹുറൈറ അടക്കമുള്ള ആളുകൾ പറയുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ചരിത്രം കാണാൻ കഴിയും. അള്ളാഹു റസൂല് പിന്നെ ആ സമയത്ത്, പിന്നെ രഹസ്യ പ്രബോധനത്തിന്റെ സമയത്ത് ഒരിക്കലും പുറത്തേക്ക് വരാൻ ആരും പേടിച്ചു പോകുന്ന ആ സമയത്ത് കഅബയുടെ പരിസരങ്ങളിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ റസൂലിനെ കാണാൻ വേണ്ടി അദ്ദേഹം കഅബയുടെ അടുത്തേക്ക് പോവുകയാണ്. പുറത്തിറങ്ങാൻ വലിയ പേടിയാണ്. അദ്ദേഹം കഅബയുടെ കില്ലയുടെ മറവിൽ 40 ദിവസമാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ 40 ദിവസവും തനിക്ക് ഭക്ഷിക്കാനായി ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, പട്ടിണിയായിരുന്നു. ആകെ കിട്ടിയിരുന്നത് സംസം വെള്ളം മാത്രമായിരുന്നു. ആ സംസം പിന്നെ കുടിച്ചുകൊണ്ട് 40 ദിവസം കഴിഞ്ഞ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. ആ സംസമിൽ അദ്ദേഹം മതിയായിരുന്നു. കാരണം അന്ന് അതേ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സഹോദരങ്ങളെ, അത്തരത്തിൽ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച മുൻഗാമികളുടെ ചരിത്രമാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ആ ചരിത്രം നമുക്ക് വലിയ ഊർജ്ജമാവേണ്ടതുണ്ട്. നമുക്കും അത്തരത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും നമ്മുടെ ഇബാദത്തുകളിൽ കണിശമായിക്കൊണ്ട് ഈ ഭക്ഷണമാകുന്ന അനുഗ്രഹങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ സുന്നത്തിൽ കൂടുതൽ ജാഗ്രത കാണിച്ചുകൊണ്ട് ഇതൊരു അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വലിയ സൂക്ഷ്മത, ഹറാമിന്റെയും ഹലാലിന്റെയും ഒക്കെ വിഷയത്തിൽ വലിയ ജാഗ്രതയും സൂക്ഷ്മതയും എവിടെയാണോ അത് വേർതിരിയുന്നത്, അത് അള്ളാഹുലല്ലാത്തൊരു പിന്നെ മറ്റാർക്കെങ്കിലും വേണ്ടി പൂജിച്ചൊരു ഭക്ഷണമാണെങ്കിൽ അതൊരിക്കലും, അത് ഏത് ആരാധനയുടെ വിഷയത്തിലാണെങ്കിലും എത്ര മതസൗഹാർദ്ദം പറയുകയാണെങ്കിലും അതെനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ജാഗ്രത കാണിച്ചുകൊണ്ട് അള്ളാഹു നന്ദി കാണിക്കുന്ന ഈ പറഞ്ഞ ഓരോരോ സുന്നത്തുകളും
വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കല്യാണങ്ങളിൽ ഒരിക്കലും ഒരു ധൂർത്തിന്റെയോ അമിതത്വത്തിന്റെയോ ഒരു അംശം പോലും ഉണ്ടാവുന്നില്ല എന്നൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സഹജീവികളോട് ഏറ്റവും കരുണയോടുകൂടി കഴിയുന്ന രൂപത്തിലെല്ലാം അവർക്ക് വേണ്ടി ഇത് കൊടുക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു നല്ല മാതൃകാപരമായ ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപാടധികം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകൾ വരെയുണ്ട്. ഹോസ്പിറ്റലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സൗഖ്യവും നിർഭയത്വവും സ്വാതന്ത്ര്യവും നൽകി അവർക്ക് ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ശുഐബ് മദീനിയുടെ ഖുർആൻ അർത്ഥ സഹിതം വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഇവിടെ ഉണ്ടാവും. എല്ലാവരും കഴിയുന്ന രൂപത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ മുത്തഖികൾ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അള്ളാഹു അവർക്ക് എല്ലാം മഗ്‌ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പോഴും രോഗവും കഷ്ടപ്പാടുകളും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന കടമുള്ള ഒരുപാടധികം ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു ഏറ്റവും നല്ല ഉദവിയും തുറവയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഇപ്പോഴും ഹോസ്പിറ്റൽ വരാന്തകളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരുപാടധികം ജനവിഭാഗങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഫലസ്തീൻ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.